നമ്മളങ്ങനെ രാവിലെ നേരത്തെ എണീച്ച് രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 7 മണിയൊക്കെ ഇപ്പം മേളിലേക്ക് പോയിട്ടാ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ജോലിക്ക് പോണേട്ടാ. അപ്പൊ നമ്മുടെ ബ്രോയുടെ കടയിൽ ചെന്ന് നമ്മൾ ചായയും പിന്നെ അതുപോലെ ബൂരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടാ. നമ്മൾ നേരെ പോണത് നമ്മുടെ സൈക്കിൾ ശരിയാക്കാൻ വേണ്ടിയാണ്. പൊംകോണിലേക്കാണ് പോണേട്ടാ. അപ്പത്തേക്ക് ഒരു പോസ്റ്റ് ഓഫീസ് കിട്ടി നമുക്കൊരു കൊറിയർ ചെയ്യേണ്ടാന്ന്. അവിടെ ചെന്നിട്ടാണെങ്കിൽ നടപടിയായില്ല. അങ്ങനെ നമ്മൾ നേരെ ബൊംകോണിലേക്ക് പോണ റൂട്ടാണ് ഈ കാണുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പോണ റൂട്ടിലൊക്കെ നല്ല കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ബൊംകോൺ എത്തിയിട്ടാ. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. നല്ല വ്യൂ ഉണ്ട്. അതുപോലെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. അപ്പത്തേക്കും നമ്മൾ സൈക്കിൾ കടയിലെത്തി. അങ്ങനെ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ പുള്ളി ശരിയാക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി. അയാളോട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് ഒരു കണക്കിന് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ സൈക്കിൾ ശരിയായതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സൈക്കിൾ ചവിട്ടിയിട്ടാ. സൈക്കിൾ ചവിട്ടിയിട്ട് എന്തോ പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് നേരെ പോണത് നമ്മുടെ ദീദിയുടെ കടയിലാണ്‌ട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി ദീദിനോട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടാ. നേരെ നമ്മള് റൂമിൽ ചെന്ന് അപ്പത്തേക്കും നമ്മുടെ ബയ്യ വിളിച്ചിട്ടാ. ഏകദേശം രാത്രിയായി നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ മൂപ്പര് തന്ന്. അങ്ങനെ ചായയും പിന്നെ ലഡു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പുള്ളിനോട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ടാ.